പ്രിയമുള്ളവരെ നമസ്കാരം. നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരേടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. ജീവിതം ഒരു മഹാപ്രവാഹമാണ്. അത് ഒന്നിനും കാത്തു നിൽക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ പ്രവാഹത്തിൽ നാം പിന്നിട്ട വഴികളും അനുഭവിച്ച കഷ്ടപ്പാടുകളും പങ്കുവച്ച സ്നേഹവുമെല്ലാം മനോഹരമായ ഓർമ്മചിത്രങ്ങളായി ഇന്നും അവശേഷിക്കുന്നു. പഴയ കാലത്തെ ദാരിദ്ര്യത്തിൽ നിറഞ്ഞൊഴുകിയിരുന്ന ആത്മബന്ധങ്ങളും ഇന്നത്തെ പകിട്ടാർന്ന ലോകത്തിലുള്ള ഏകാന്തതയും തമ്മിലുള്ള താരതമ്യം വളരെ വലിയൊരു പാഠപുസ്തകമാണ്. നമ്മുടെ മുൻ തലമുറയുടെ കാലം സുഖസൗകര്യങ്ങളുടേതായിരുന്നില്ല. പട്ടിണിയും പരിവട്ടവും വീടുകളിൽ നിഴലിച്ചിരുന്നു. ഒരു നേരം ഉണ്ണാൻ വകയില്ലാത്തപ്പോഴും കീറിയ വസ്ത്രങ്ങൾ തുന്നിക്കെട്ടി ധരിക്കുമ്പോഴും അവരുടെ മനസ്സിൽ ഒരു വലിയ വാശിയുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ജീവിതത്തെ പൊരുതി ജയിക്കണമെന്ന വാശി. അന്ന് കഠിനാധ്വാനമായിരുന്നു ഏക മൂലധനം. പാടത്തും പറമ്പിലും ചോര നീരാക്കി പണിയെടുത്ത ആ തലമുറയാണ് ഇന്നത്തെ ആധുനികതയ്ക്ക് തറക്കല്ലിട്ടത്. അന്ന് സൗകര്യങ്ങൾ കുറവായിരുന്നെങ്കിലും മനസ്സിൽ തൃപ്തി കൂടുതലായിരുന്നു. വിയർപ്പിന്റെ ഗന്ധമുള്ള ആ നാളുകൾ മനുഷ്യനെ പരിക്കൻ യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ പഠിപ്പിച്ചു. പഴയ കാലത്തെ ഏറ്റവും വലിയ സമ്പാദ്യം മനുഷ്യർ തമ്മിലുള്ള നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ കൂടി ഉണ്ണാൻ മനസ്സ് വരാത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഒരു ചെറിയ വീടിനുള്ളിൽ ഒരു വലിയ കുടുംബം മുഴുവൻ സന്തോഷത്തോടെ കഴിഞ്ഞു പോന്നു. പരാതികളില്ലാതെ പങ്കുവെക്കലിന്റെ മാധുര്യം അവർ അറിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് മതിൽക്കെട്ടുകൾ ഉയരുന്നത് വീടുകൾക്ക് ചുറ്റുമല്ല, മറിച്ച് മനുഷ്യരുടെ മനസ്സുകൾക്ക് ചുറ്റുമാണ്. ആധുനിക സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ നാം ഓരോരുത്തരും അവരവരിലേക്ക് തന്നെ ചുരുങ്ങിക്കൂടി. സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും അരികിലിരിക്കുന്നവന്റെ വേദന അറിയാൻ നമുക്ക് സമയമില്ലാതെയായിരിക്കുന്നു. മാതാപിതാ ഗുരു ദൈവം എന്ന സങ്കല്പം വെറുമൊരു വാചകമായിരുന്നില്ല പഴയ തലമുറയ്ക്ക്. മാതാപിതാക്കളുടെ വാക്കിന് ദൈവകൽപ്പനയേക്കാൾ വിലയുണ്ടായിരുന്നു. അവരെ പരിപാലിക്കുന്നത് ഒരു ബാധ്യതയല്ല, മറിച്ച് വലിയൊരു ഭാഗ്യമായി മക്കൾ കരുതിയിരുന്നു. എന്നാൽ ഇന്നിന്റെ കാഴ്ചകൾ പലപ്പോഴും വേദനിപ്പിക്കുന്നതാണ്. മാതാപിതാക്കൾക്ക് വാർദ്ധക്യമാകുമ്പോൾ അവരെ അഭയകേന്ദ്രങ്ങളിൽ ഉപേക്ഷിക്കുന്ന പ്രവണത വർദ്ധിക്കുന്നു. കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾക്ക് മാതാപിതാക്കൾ ഒരു അധികപ്പറ്റാകുന്ന കാഴ്ച നന്ദികേടിന്റെ അങ്ങേയറ്റമാണ്. യന്ത്രങ്ങളെ പോലെ ഓടുന്ന ഇന്നത്തെ തലമുറയ്ക്ക് സ്നേഹവും ബഹുമാനവും വെറും ചടങ്ങുകളായി മാറുകയാണോ എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നാം ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ വിരൽത്തുമ്പിലാണ്. ലോകം മുഴുവൻ നമ്മുടെ കൈവെള്ളയിലുണ്ട്. വിവര സാങ്കേതിക വിദ്യയും ശാസ്ത്രവും കൈവരിച്ച പുരോഗതി അത്ഭുതകരമാണ്. എന്നാൽ ഈ പുരോഗതികൾക്കിടയിൽ നമുക്ക് എവിടെയോ മനുഷ്യത്വം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികൾ കളിസ്ഥലത്തേക്കാൾ കൂടുതൽ മൊബൈൽ സ്ക്രീനുകളിൽ സമയം ചെലവഴിക്കുന്നു. കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഭക്ഷണമേശയിൽ ഇരിക്കുമ്പോഴും എല്ലാവരും സ്വന്തം ഫോണുകളുടെ ലോകത്താണ്. ഈ യാന്ത്രികത നമ്മുടെ ബന്ധങ്ങളിലെ ഊഷ്മളത കെടുത്തിക്കളയുന്നു. നമ്മുടെ തലമുറ കഷ്ടപ്പെട്ടത് നമുക്കൊരു നല്ല ഭാവി നൽകാനാണ്. ആ സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അവർ മുറുകെ പിടിച്ച മൂല്യങ്ങൾ കൈവിടാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കഷ്ടപ്പാടുകളെ ഭയപ്പെടാതെ അവയെ അഭിമുഖീകരിക്കാൻ നാം പഠിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാൻ സമയം കണ്ടെത്തുകയും മാതാപിതാക്കളെ ചേർത്ത് നിർത്തുകയും വേണം. ഇന്നലകളുടെ ഓർമ്മകൾ നമുക്ക് കരുത്ത് നൽകുന്നവയാണ്. ഇന്നിന്റെ കാഴ്ചകൾ നമുക്ക് അറിവ് നൽകുന്നവയാണ്. ഈ രണ്ടിൻ്റെയും സന്തുലിതമായ കൂടിച്ചേരലിലൂടെ മാത്രമേ അർത്ഥപൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. കഷ്ടപ്പാടുകൾക്കിടയിലും നമ്മൾ കാത്തു സൂക്ഷിച്ച ആ വലിയ സ്നേഹത്തെയും ബഹുമാനത്തെയും തിരികെ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. അതെ, മണ്ണിലും മനുഷ്യനിലും സ്നേഹം വിതറുന്ന ഒരു നല്ല നാളേക്കായി നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം എന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.